സമൂഹത്തിൽ വലിയവരും ചെറിയവരും തമ്മിലുള്ളതായ വലിയൊരു വിടവുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിപ്പോൾ ഒരു പുതിയതായി സൃഷ്ടിക്കപ്പെട്ട ഒരനുഭവമല്ല, പണ്ട് മുതലേ ഉണ്ട്. ആരംഭം മുതൽ വലിയവരും ചെറിയവരും തമ്മിലുള്ളതായ വ്യത്യാസം ധാരാളമുണ്ട്. മനുഷ്യർ കൽപ്പിക്കുന്ന അകൽച്ചയാണ്, മനുഷ്യർ കൽപ്പിക്കുന്ന വ്യത്യാസമാണ്. ഏതൊരു രംഗത്തിലും നമ്മൾ ഇടപെടുമ്പോൾ, ഒരു ആരാധനാലയത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഒന്നാണെന്ന് പറയുന്നിടത്തും നമ്മൾ ചെല്ലുമ്പോൾ ചില ചെറിയ മനുഷ്യരെ നമുക്ക് കാണാം. വേഷം കൊണ്ടും ഭക്ഷണം കൊണ്ടും ആരോഗ്യം കൊണ്ടും സംസ്കാരം കൊണ്ടും ജീവിത രീതി കൊണ്ടും ഒക്കെ അവർ വളരെ വ്യത്യസ്തരാണ്, ചെറിയ മനുഷ്യരാണ്. അവർക്കധികം കൂട്ടുകാരൊന്നുമില്ല. അവരോട് സംസാരിക്കുവാനും ഇടപഴകുവാനും പന്തിയിലിരുത്തുവാനും ക്ഷണിക്കുവാനുമൊന്നും എല്ലാവരും മുതിർന്നെന്നിരിക്കത്തില്ല. എല്ലാവർക്കും വലിയ താല്പര്യം അവരോട് കാണത്തുമില്ല. എന്നാൽ യേശു ഈ ഭൂമിയിൽ കടന്നു വന്നത് ചെറിയവരെ കൈവിടാത്ത ഒരു ദൈവത്തെക്കുറിച്ച് മനുഷ്യനോട് സംസാരിക്കുവാനാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് നോക്കുമ്പോൾ അതിങ്ങനെ വായിക്കുന്നു: അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. ദൈവത്തിന് സ്തോത്രം. പിതാവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത്. നശിക്കരുത്, അവൻ രക്ഷപ്പെടണം, അവൻ ഉയരണം. ഈ ഭൂമിയിലും അവനെ ഉയർത്തുവാൻ ദൈവം അവനോട് കൂടെയുണ്ട്. അവൻ ചെറിയവനാണെന്നുള്ള ഒരു ബോധ്യം അവനുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടും. അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ചെറിയവരായിരിക്കെ വലിയവരെന്ന് ഭാവിക്കുന്നവരെ കർത്താവിന് നടത്താൻ കഴിയില്ല, കർത്താവിന് സഹായിക്കാനും കഴിയില്ല. എന്തിനു പറയുന്നു? മനുഷ്യർക്ക് പോലും സഹായിക്കാനും കഴിയുകയില്ല. ഇല്ല, ഞാൻ ചെറിയവനാണ്, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നെ ആരും സഹായിക്കുവാൻ ആരുമില്ല എങ്കിലും ദൈവം എന്നെ ചെറിയവനായി സൃഷ്ടിച്ചതിൽ, ചെറിയവനായി വച്ചിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് സന്തോഷിക്കുന്ന വ്യക്തിത്വം ആരോ അവർക്ക് വേണ്ടി കർത്താവ് അവരുടെ ജീവിതചര്യകളിൽ, അവരുടെ ജീവിത സരണികളിൽ, അവരുടെ ജീവിത പാതകളിൽ അവരെ തേടിയെത്തും. കർത്താവ് അതാണ് പറഞ്ഞത്. ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒന്ന് തെറ്റി ഉഴന്നു പോയാൽ മറ്റ് 99 വലിയ ആടുകളെയും വിട്ടിട്ട് ഈ ചെറിയ ആടിനു വേണ്ടി ആ ആട്ടിടയൻ തേടി അലഞ്ഞ് അതിനുശേഷം കർത്താവ് പറയുന്നത് അതിനെ കണ്ടു കിട്ടുമ്പോഴുള്ളതായ സന്തോഷം. ആരെ കണ്ടു കിട്ടുമ്പോഴാണ്? ചെറിയ ഒരാടിന്. ആ ചെറിയ ആടിന് ഒരുപാട് വിശേഷതയുണ്ട്. എന്താണെന്നറിയാമോ? കച്ചവടക്കാർ പലരും വന്നാലും തിരഞ്ഞ് തങ്ങ് മാറ്റി ഇടും. അതിനെ വാങ്ങിക്കാൻ ആരുമില്ല, അതിന് വില പറയാൻ ആരുമില്ല. അത്രയും ആടുകളുടെ കൂട്ടത്തിൽ അതിനൊരു ചെറുമത്വം. ആ ചെറുമത്വം മനസ്സിലാക്കിയ ഉടനെ സമൂഹത്തിൽ നിന്ന്, ആ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോകണം എന്നതിനൊരാഗ്രഹം. വേണ്ട, ഈ വലിയ പ്രൗഢിയൊക്കെ കാണിക്കുന്ന 99ൻ്റെ കൂടെ നിന്നാൽ എനിക്ക് ശരിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു പക്ഷെങ്കിൽ അങ്ങ് തെറ്റി, ഇടയൻ്റെ വാക്ക് കേൾക്കാതെ അങ്ങ് തെറ്റി ഉഴലുന്നവനാണ്. ഉഴലുക. അപ്പോൾ തെറ്റുന്ന വ്യക്തികൾ ഒരു ഉഴൽച്ച ഉണ്ടാകുന്നു എന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. തെറ്റുന്നവരെ ആരെയും നോക്കി നമ്മൾ പരിഹസിക്കരുത്. അവർക്ക് ജീവിതത്തിൽ ഒരു ഉഴൽച്ച ഉണ്ടാകും. ആ ഉഴൽച്ചയിൽ അവർക്ക് ദൈവത്തോടുള്ളതായ ഒരു കണ്ണുനീര്, ഒരു വിങ്ങിപ്പൊട്ടൽ, ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ധാരധാരയായി കണ്ണുനീര് അവരൊഴുക്കും. കാരണം എന്താണെന്നറിയാം? അവർ ഉഴലുന്നവരാ. അവർക്കൊരു അത്താണി ആരുമില്ല, ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ല. അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ അവരുടെ വിങ്ങിപ്പൊട്ടൽ, അവരുടെ ഹൃദയം വേദനിക്കുന്നത് റീഡ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അതെവിടെയാണെന്ന്? സ്വർഗം. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ നോക്കിയാൽ കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചത് തന്നെ ചെറിയ ഗോത്രത്തിലാണ്. ആ ബേത്ലഹേമിനെ കുറിച്ച് പറയുന്നത്, ഇസ്രായേൽ സഹസ്രങ്ങളിൽ ചെറുതായ ബേത്ലഹേമേ, നീ എല്ലാവരെക്കാട്ടിലും ചെറുതാണെങ്കിലും ഇസ്രായേലിന് രാജാവായിരിക്കേണ്ടവൻ, ഇസ്രായേലിന് മഹത്വമായിരിക്കേണ്ടവൻ നിന്നിൽ നിന്ന് എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ചെറിയ ഇടങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതായ വലിയവൻ. കർത്താവ് പറയുന്നു, ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് ഇഷ്ടമില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ജീവിതത്തിൽ മുഴുവനും താൻ പള്ളികളിലും പരിസരങ്ങളിലും ദേശങ്ങളിലുമൊക്കെ ഉഴലുന്ന അനേക വചന ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ, ശുശ്രൂഷയുടെ ആ പരമോന്നതിയിൽ പോകുമ്പോഴൊക്കെയും കർത്താവ് ചെറിയവരെ വിട്ടുകളയാതെ ചെറിയവരെ ഓർത്തു.
ചെറിയവർക്ക് വേണ്ടി ദയ കാണിച്ചു, ചെറിയവർക്ക് വേണ്ടി കരുണ കാണിച്ചു, ചെറിയവർക്ക് വേണ്ടി കരുതി, ചെറിയവരെ വലിയവരാക്കുന്ന സുവിശേഷം ലോകത്തിൽ കർത്താവ് കൊണ്ടുവന്നു. ലോകത്തിൽ ആരും അങ്ങനത്തെ ഒരു സുവിശേഷം കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു മഹത്വകരമായ മർമ്മമാണ് ചെറിയവരെ വലിയവരാക്കുന്ന മർമ്മപ്രധാനമായ സുവിശേഷം. ദൈവത്തിൻ്റെ സ്തോത്രം. നിൻ്റെ ജീവിതത്തിൽ നീ ചെറുതായി എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ചെറുതായിപ്പോയി, മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്ക് നിൽക്കുവാൻ കഴിയാത്ത രീതിയിൽ വേഷം കൊണ്ടും മഹത്വം കൊണ്ടും ഒക്കെ നിനക്കൊരു ചെറുമ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. നിനക്ക് വേണ്ടിയുള്ളതാണ്. ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്വഭാവം. ദൈവത്തിന് സ്തോത്രം. വഴിവീഥികളിൽ കൂടെ കർത്താവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഷ്ടപ്പെടുന്നവരെ, അന്നവൃത്തിക്ക് നിവൃത്തിയില്ലാത്തവരെ, ഓരോ ദിവസം തോറും കഠിനാധ്വാനം ചെയ്തിട്ടും ആ ശമ്പളം പോലും കൊടുക്കാത്ത അനേക വലിയ വലിയ പ്രഭുക്കന്മാർ ഇസ്രായേൽ ദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. സാധുക്കളായിട്ടുള്ള അടിമകളെ കൊണ്ട് വേല ചെയ്യിക്കും. അവർക്ക് ശരിയായ ശമ്പളം കൊടുക്കില്ല, അവർക്ക് വേതനം കൊടുക്കില്ല. അവരുടെ വീട്ടിൽ നിന്നും പട്ടിണിയും പ്രയാസങ്ങളുമായി അവരുടെ സങ്കടം ആരും കാണുവാനില്ലാതിരുന്നു. എങ്കിലും കർത്താവ് മലമേൽ കയറി അവരെ വിളിച്ചു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾക്കെങ്ങും പോകുവാൻ സ്ഥലമില്ല എങ്കിലും ഭാരപ്പെടേണ്ട, നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വരാം, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകി തരും. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ ഒരു വലിയ സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന നമ്മുടെ പുകഴ്ച അതൊരു വലിയ പുകഴ്ചയൊന്നുമല്ല. സർവ്വശക്തനായ ദൈവം, സകല അഖിലാണ്ടത്തെയും സൃഷ്ടിച്ച ദൈവം നമ്മളെക്കാളും എത്രയോ വലിയ വലിയ മനുഷ്യരെ ദൈവം കാണുന്നു. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പെരുമ തോന്നാതെ എളിമമായ ഒരു സ്വഭാവം, എളിമമായ ഒരു ജീവിതം, തന്നെ താഴ്ത്തുന്നവൻ. നീ ഉയരത്തിലിരിക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിന്നെ തന്നെ താഴ്ത്തുന്നുണ്ടെങ്കിൽ, ആ താഴ്ചയിൽ കൃപ കർത്താവ് പകരും. എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവൻ. ദാവീദ് പറയുന്നത് അങ്ങനെയാണ്, എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവന് ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം. ഉയരത്തിലിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മെ നടത്തുവാൻ കഴിയുകയില്ല. താഴ്ചയിലിരിക്കുമ്പോൾ ഉയരത്തിലിരിക്കുന്നുവെന്ന് നീ ഭാവിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നിന്നെ നടത്തുവാൻ കഴിയുകയില്ല. എന്നാൽ എൻ്റെ താഴ്ചയിൽ എന്നെ സഹായിക്കുന്നവൻ, എൻ്റെ ഉയർച്ചയിലേക്ക് എന്നെ നടത്തുന്നവൻ, താഴ്ചയിൽ എനിക്ക് ആവശ്യമായതൊക്കെയും എനിക്ക് നൽകുന്നവൻ, ദൈവത്തിന് സ്തോത്രം. ഞാൻ കഷ്ടതയുടെ പാതകളിൽ കൂടെ, ഞെരുക്കത്തിൻ്റെ പാതകളിൽ കൂടെ, ഇല്ലായ്മകളുടെ പാതകളിൽ കൂടെ, അനേക പരിഹാസങ്ങളുടെ പാതകളിൽ കൂടെ ഒക്കെ നടക്കട്ടെ. ഞാൻ ഇല്ലാത്തവനെന്നും ഞാൻ ചെറിയവനെന്നും സമൂഹം എനിക്ക് വിധി എഴുതട്ടെ. പക്ഷെങ്കിൽ ചെറിയവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ചെറിയവരോട് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു കർത്താവ് നിനക്ക് വേണ്ടി ഉണ്ട്. കർത്താവ് പറയുന്നു, ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്വനായ എൻ്റെ പിതാവിന് ഇഷ്ടമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ദൈവത്തിന് പിന്നെ ഇഷ്ടം എന്താണ്? ഈ കാണുന്ന ചെറിയവരിൽ ഒരുത്തൻ വലിയവനായിത്തീരുന്നതാണ് കർത്താവിന് ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം, സ്വർഗത്തിൻ്റെ ഇഷ്ടം, ചെറിയവരെ വലിയവനാക്കുന്ന സുവിശേഷം നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ സുവിശേഷിക്കപ്പെടുവാൻ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ ഈ ചെറിയവരെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ സുവിശേഷം, ദൈവത്തിൻ്റെ ഇഷ്ടം അത് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പെരുമയുണ്ടാകും, നമുക്ക് ജീവിതത്തിൽ ഒരു അന്തസ്സുണ്ടാകും, നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ടാകും. നേരത്തെ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. ആർക്ക് വേണം ചെറിയവരെ, ആർക്കും വേണ്ടാത്തവരെന്നുള്ളതായ ഒരു ചിന്ത നമ്മളെ ഭരിച്ചിരുന്നുവെങ്കിൽ, എന്നാൽ ഈ സുവിശേഷം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രത്യാശയുണ്ടാകും, നമുക്ക് തന്നെ ഒരു മാന്യത നമുക്ക് തോന്നും. എന്താണെന്ന് അറിയാമോ? എന്നെ വലിയവനാക്കുന്ന ഒരുത്തൻ, എന്നെ എണ്ണുന്നവൻ, എൻ്റെ കഴിവില്ലായ്മയെ, എൻ്റെ പോരായ്മകളെ പരിഹരിക്കുന്നവൻ, അവൻ എന്നെ താങ്ങുന്ന ഒരുത്തൻ എനിക്ക് വേണ്ടി ഉണ്ടെന്നുള്ളതായ ചിന്ത, അവൻ എനിക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളതായ ചിന്ത നമ്മളെ വലിയവനാക്കുന്ന ആ പ്രോസസ്സിൽ കൂടെ നമ്മെ വഴി നടത്താനിടയായിത്തീരും. ഈ പ്രഭാതത്തിൽ തിരുവചനം നിന്നെ താഴ്ചയിൽ നിന്ന് ഉയർത്തുവാൻ ഉപകരിക്കുന്നുവെങ്കിൽ, നിൻ്റെ ഭവനത്തിൻ്റെ, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ, നിൻ്റെ തലമുറകളുടെ അധമസ്ഥിതിയിൽ നിന്ന് ഒരു ഉയർച്ച നിനക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ വചനം, കർത്താവിലുള്ളതായ വിശ്വാസം, ഈ പ്രത്യാശ നിന്നെ സഹായിക്കുമെങ്കിൽ, നിനക്ക് സുവിശേഷം നിനക്ക് മറഞ്ഞിരിക്കാതെ ദൈവം നിൻ്റെ നാവുകളിൽ സുവിശേഷം വെളിപ്പെടുത്തി നിൻ്റെ ഭവനത്തിൽ ആ സുവിശേഷം കടന്നു വരുവാൻ ദൈവത്തിന് പ്രസാദകരമായി തീർന്ന സമയമായിരിക്കും. ദൈവസന്നിധിയിൽ ഈ കർത്താവിൻ്റെ സ്നേഹത്തെ, ഈ ദൈവത്തിൻ്റെ കരുതലിനെ ഓർത്ത് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. ആ ചെറിയവരെ കരുതുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഈ പ്രഭാതം നമുക്കധികം കൃപ നൽകുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.